ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി അച്ചാറിട്ടാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെ കൂടുതൽ കാലം കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റാം എന്നുള്ളതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഈ മത്തി ഇങ്ങനെ ആരും അച്ചാറിടാത്തതാണ്. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മത്തി അച്ചാറിട്ടാണ്. അപ്പോൾ ഇത്രയും എമ്മി ആയിട്ടുള്ള മത്തി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ല രീതിക്ക് മീനിനുള്ള മസാല ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഈ മസാലയിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി 1/2 കിലോ മത്തിയോളമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. 1/2 കിലോ മത്തിയോളം ഈ മസാലയിൽ നല്ല രീതിക്കൊന്ന് വിരകി വെക്കുന്നുണ്ട്. മത്തിയിൽ നല്ല രീതിയിൽ കൈയിട്ട് വിരകി കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നല്ല രീതിക്ക് മസാലയുടെ കളർ കയറി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ച് ആ പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഊറ്റി നമ്മുടെ ഈ മത്തിയെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ മത്തി ആദ്യം കാണിച്ചത് മുറിക്കാത്തതാണല്ലോ, അതിന് ശേഷം ഞാൻ മുറിക്കുകയുണ്ടായി. മുറിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് ഈ അച്ചാറിലിരുന്ന് ഈ പഴകാനും നല്ല ടേസ്റ്റ് കൂടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ പിന്നെ ഞാനിവിടെ കുറച്ചധികം ഇഞ്ചി എടുക്കുന്നുണ്ട്. നീളത്തിൽ തന്നെ കാണാൻ കുറച്ച് അരിഞ്ഞെടുക്കും. പിന്നെ 2 വലിയ വെളുത്തുള്ളിയുടെ അല്ലികൾ മുറിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മത്തിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി അതിലിടണം. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ അച്ചാറിന് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഉലുവാപ്പൊടി 1 ടീസ്പൂണോളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറേശ്ശെ വീതം വിനാഗിരി ചേർത്ത് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. കുറേശ്ശെ വീതം ചേർക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് കുറുകിയ രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് അലിയിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു ബൗൾ നിറച്ച് വിനാഗിരി ഊറ്റുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഊറ്റി ആ കടുകൊക്കെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടപ്പോൾ ഒന്ന് പൊങ്ങി തെറിച്ചതിൻ്റെ കയ്യിലോട്ടൊക്കെ തെറിച്ച് കറിവേപ്പില ആക്കിയിട്ട ശേഷം നമ്മുടെ ഈ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആ എണ്ണയിലോട്ടിട്ട് നല്ല രീതിക്ക് ഇത് ഇളക്കി എടുത്ത് കൊടുത്തതിനെ നല്ല വാട്ടിയെടുക്കണം. നല്ല രീതിക്ക് ഇത് വാട്ടിയെടുത്താലേ ഒരു അച്ചാറിന് ഇതിൻ്റെതൊക്കെ ഒരു പ്രത്യേകതര ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് ഈ മത്തിയും ഇറച്ചിയൊക്കെ അച്ചാറുമ്പോൾ അതിൽ കൂടുതലായിട്ടും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. വയറിനൊന്നും അസുഖം ഉണ്ടാകത്തില്ല. അതുമല്ല ഇതിൻ്റേതൊരു പ്രത്യേക ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വരണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഈ അച്ചാറിന് വേണ്ടിയിട്ട് റെഡിയാക്കിയുള്ള മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സി ഈ പാലിട്ടൊന്ന് ചൂടാക്കി കുറച്ച് നേരം ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് പറ്റിച്ചെടുക്കണം. ഈ മിക്സിയിലോട്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. വിനാഗിരി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. കാരണം ഇതിൽ ചാറ് കൂടുതൽ പോലെ അച്ചാറിന് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. നമ്മുടെ ഇവിടെ അധികം ചാറായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ അരപ്പൊക്കെ ഈ ഒരു പരുവായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള മത്തി ഇതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിക്ക് ഇളക്കി ഈ മത്തിയിൽ ഈ അച്ചാറിൻ്റെ അരപ്പെല്ലാം പറ്റിച്ച് നല്ല രീതി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുറച്ചധികം നേരം ഇളക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഒരു കുപ്പിയിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പം നിങ്ങളെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കനൊന്ന് ഓണാക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. പറ്റാത്ത ബൈ, സീ യു.